ഹലോ ഗായ്സ്, അപ്പോൾ ഇനി നമ്മൾ UK പോയ ട്രിപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ശരിക്കും ദുബായ് എയർപോർട്ടിൽ നിന്ന് ഒരു ലേ ഓവർ ഫ്ലൈറ്റാണ് എടുത്തത്. ജിദ്ദ എയർപോർട്ടിൽ ഞങ്ങളുടെ ലേ ഓവർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ടാണ് വിസ ഒക്കെ എടുത്തത്. ഞങ്ങൾ അങ്കിൾ ശരിക്കും അവിടെ UK വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും പിന്നെ ഞങ്ങളുടെ ഗ്രാൻഡ് പാരൻസും നാട്ടിൽ നിന്നും അങ്ങോട്ട് UK വന്നു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ജിദ്ദ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തപ്പോൾ മാതിരി തന്നെ ലൈറ്റൊക്കെ ഇട്ടും കൊണ്ട് ആയിരുന്നു ഫുള്ള്. പിന്നെ ഞങ്ങൾക്ക് അവിടെ കുറച്ച് ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലൗഞ്ചിലൊക്കെ കയറി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുത്ത ഫ്ലൈറ്റ് കയറി. ഒരു 7 hour ഫ്ലൈറ്റ് ആയിരുന്നു. ഞങ്ങൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിലേക്കായിരുന്നു ഞങ്ങളെ ഫ്ലൈറ്റ്. ഭയങ്കര ഒരു നോട്ടിസബിൾ ചേഞ്ച് ആയിരുന്നു. കാരണം അവിടെയൊക്കെ ഫുൾ ലൈറ്റാണ്. ഇവിടേക്ക് എത്തിയപ്പോൾ ഫുൾ പച്ചപ്പും ഒരു തണുപ്പും. എന്ന് വരുന്ന ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടായിരുന്നു. കുറേ ജാക്കറ്റും കോട്ടൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോവാണ്. അവിടെ വിൻ്റർ അല്ലെങ്കിൽ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് അവിടെ ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഫുൾ പച്ചപ്പും മരങ്ങളും പിന്നെ ഈ ബ്രിക്ക് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പെയിൻ്റ് അടിക്കാത്ത വീടുകളൊക്കെ ഒരു രസമുള്ള ഒരു വൈബ്. ഞങ്ങൾ പോണ വഴിക്ക് ഒരു ലേക്കിൻ്റെ അവിടെ നിർത്തി കുറച്ച് ചിത്രങ്ങളൊക്കെ എടുത്തു. ആദ്യമായിട്ട് വന്നതല്ലേന്ന് വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. പിന്നെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ കുറച്ച് ഫുൾ ഉറക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത ദിവസത്തേക്കുള്ള ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ ലിവർപൂൾ പോയി. അവിടെ ഞങ്ങൾ ലിവർപൂൾ സ്റ്റേഡിയവും അവിടുത്തെ ഡോക്കൊക്കെ കാണാനാണ് പോയിരുന്നത്. ഹെമിയ, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ലിവർപൂളത്തെ ട്രിപ്പ്? രസമുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അവിടെ ചെയ്തത്? ഫോട്ടോ എടുത്തിട്ട് മാത്രമേ ഉള്ളൂ? സ്റ്റേഡിയത്തിൽ എന്തൊക്കെ കണ്ടത്? അത് പ്ലേയറിന്റെ ജേഴ്സി, എന്നിട്ട് പ്ലേയറിന്റെ ലോക്കർ റൂം, എന്നിട്ട് സ്റ്റേഡിയം. ഞങ്ങൾ ഇവിടെ UK എത്തിയതിന് ശേഷം ഞങ്ങളെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് മഞ്ചീസ് ആയിരുന്നു. ഞങ്ങളെ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് താഴെയുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടുത്തെ സാൻഡ്വിച്ചും ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഡെയിലി കഴിക്കാൻ പോവുക. അവിടെ ഇങ്ങനെ ഹലാൽ ഫുഡൊന്നും അത്ര കിട്ടാത്തതുകൊണ്ട് അവിടേക്ക് ഞങ്ങൾ എപ്പോഴും പോവും. അങ്ങനെ ഞങ്ങൾ ലിവർപൂൾ സ്റ്റേഡിയത്തിൽ എത്തി. ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറും എൻ്റെ ബ്രദറും ലിവർപൂൾ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കയറി. അവിടെ ഒരു ടൂറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ അവിടുത്തെ ഗൈഡിൻ്റെ ഒപ്പം ഉള്ളിൽ കയറി കുറേ കറങ്ങി ലിവർപൂൾ സ്റ്റേഡിയമൊക്കെ കണ്ടു. പപ്പ ഫോട്ടോ ഇട്ടു. എന്നിട്ട് ഞാനില്ല പ്ലേയറിന്റെ ലോക്കറും കണ്ടു. എന്നിട്ട് അവതല്ല അയാൾ പറഞ്ഞു എങ്ങനെയാണ് പ്ലെയർ കളിക്കല്. എന്നിട്ട് അയാൾ പറഞ്ഞു എന്നിട്ടില്ല ആൾക്കാർ ആസ്കിക്കുന്നു അല്ല എന്നാണല്ല പ്ലെയേഴ്സ് എവിടെയാണ്. അപ്പോൾ ഇല്ല കോച്ച് ഇല്ല പറഞ്ഞു. ഇല്ല അതില്ല പ്ലെയേഴ്സിൻ്റെ മാച്ച് ഇന്നല്ല, ഇത് സ്റ്റേഡിയം കാണുന്ന ദിവസമാണ്. അങ്ങനെ ഞങ്ങൾ ലിവർപൂൾ സ്റ്റേഡിയം കഴിഞ്ഞപ്പോൾ അവിടുത്തെ അടുത്ത ഡെസ്റ്റിനേഷൻ റോയൽ ഡോക്കായിരുന്നു. അവിടെ ഈ കറൂസിലൊക്കെ പോയി അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളെ ഫസ്റ്റ് ഡേ. പിന്നെ ഞങ്ങൾ അവിടെ ഞങ്ങളെ വീട്ടിൻ്റെ അവിടെ താഴെയുള്ള പാർക്കൊക്കെ പോയി ജസ്റ്റ് ഒരു വാക്കിന് പോയി. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം ഡെസ്റ്റിനേഷൻ പീക്ക് ഡിസ്ട്രിക്റ്റിക്കും പിന്നെ ബക്സ്റ്റോൺക്കും ആയിരുന്നു. അപ്പോൾ ഈ പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് വെച്ചൊരു വാലി മൗണ്ടേനിയസ് ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ അതിലാറെ തണുപ്പായിരുന്നു. കുറേ പോണ വഴിക്ക് ഫുള്ള് ആടുകളായിരുന്നു, പിന്നെ പച്ചപ്പും. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഭയങ്കര രസമുള്ളൊരു വൈബാണ് കേട്ടോ.
இந்த தாத்தா எல்லாம் ഫുൾ ഉറക്കമേന്ന് എന്നിട്ട് അവരുടെ ഡെസ്റ്റിനേഷൻ എത്തുമ്പോഴാണല്ലേ പറയുന്നത് അതൊക്കെ ഉണ്ടല്ലോ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കാണുന്നത്. എന്റെ താത്ത ഉറങ്ങുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞങ്ങൾ പോണ വഴിക്ക് കുറേ ചെറിയ ലേക്കുകളും വലിയ ലേക്കുകളൊക്കെ ആയിട്ട് കുറേ ലേക്കുകളൊക്കെ കണ്ടു. പോണ സ്ഥലങ്ങളൊക്കെ ഫുൾ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു. ഒരു ഫോട്ടോഷൂട്ടൊക്കെ പറ്റിയ സ്ഥലം. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വ്യൂ പോയിന്റ് എത്തിയപ്പോൾ അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞാനെല്ലാം അവരെല്ലാം പോകുമ്പോഴല്ലേ ഒരെല്ലാം ഹലാലിൻ്റെ എല്ലാം പിസ്സ കഴിച്ചിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ പിസ്സ. എനിക്കിഷ്ടമായിരുന്നു ആ പിസ്സൻ്റെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞങ്ങൾ അടുത്ത് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ശരിക്കും യു കെ വരുന്ന ആൾക്കാരൊന്നും ഇങ്ങനെ വാലിയിലേക്കൊന്നും അങ്ങനെ പോയില്ല. പക്ഷേ ഞങ്ങൾ അങ്കിൾ ഇവിടെ യു കെയിൽ ഓൾറെഡി ആയതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി. ഭയങ്കര രസമുള്ള സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് സൺലൈറ്റൊക്കെ വന്നപ്പോൾ ഒരു ആശ്വാസമായിരിക്കാനും കുറച്ച് ചൂടൊക്കെ കിട്ടിയുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഒരു ചെറിയ ഹില്ലൊക്കെ ഇങ്ങനെ കയറി ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇവിടെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പെർഫെക്റ്റ് ടൈമിങ് ഉണ്ട് ലൈറ്റ്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോണ വഴിക്ക് ഒരു ഭയങ്കര എസ്തെറ്റിക് ആയ സ്ഥലമൊക്കെ കണ്ടു. ഇവിടെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതൊക്കെ ശരിക്കും പോണ വഴിക്ക് കാണുന്ന സ്ഥലങ്ങളാണ്. ഞങ്ങൾ ഐറ്റിനറിയിലൊന്നും ഉണ്ടായിരുന്ന സ്ഥലങ്ങളല്ല. എനിക്കിഷ്ടമില്ലാത്ത സ്ഥലം അവിടെ ബാത്റൂമാണ്. ഫ്ലഷുമില്ല, വെള്ളവുമില്ല. ആ ടെഷുകൊണ്ട് കഴുകണം. ഈ സ്ഥലം നല്ല രസമുണ്ടായിരുന്നു. അവിടെ റിവറിൽ കുറേ ഡക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അവിടെ സ്നോ ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ വിൻ്റർ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയത്. പക്ഷെ പാകത്ത് തണുപ്പായിരുന്നു. അങ്ങനെ ഡേ 2 കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയായിരുന്നു. Thank you for watching. Bye.